കമോൺ. ആ ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ട ഫുൾ സെറ്റപ്പിലാ. ജാക്ക് ഡാനിയൽസ് ഉണ്ട്, പിന്നെ ഹലോ, അസ്സലാമു അലൈക്കും. സോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ വക റമളാൻ കരീം. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും നമ്മുടെ അസർബൈജാൻ്റെ ബാക്കി വ്ലോഗാണ്. സത്യം പറഞ്ഞാൽ കുറച്ച് മുന്നേ ഇടണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ എന്താ ചെയ്യുക, തീരെ സമയം കിട്ടുന്നില്ല എഡിറ്റ് ചെയ്യാനിരിക്കാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കിടപ്പ് വശം വരുന്നത്. എന്തായാലും ഇന്ന് നമ്മൾ പോകുന്നത് ഖബാല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. സോ നമ്മുടെ ഖബാലയ്ക്ക് നമുക്ക് കുറേ ട്രാവൽ ചെയ്യാനുണ്ട്. സോ നമ്മൾ ഇപ്പോൾ നിന്നിരുന്ന ഹോട്ടൽ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഖബാലയിലെ ഹോട്ടലിലാണ് ഇനി നിൽക്കാൻ പോകുന്നത്. സോ പോണ വഴിയിൽ നമുക്ക് 2 ഡെസ്റ്റിനേഷനും കവർ ചെയ്യാനുണ്ട്. സോ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഗൈഡ് കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കേൾക്കാം. Turkmenistan and Iran also, it's connected. And in the Caspian Sea we have a lot of oil, and you can see here a lot of platforms in the Caspian Sea. Caspian Lake, Caspian Sea, that's why Caspian Sea water is not so clean. And it is not so salty like other sea. It's middle salty, yes. It's not go inside your eyes, and it's comfortable. And summertime, temperature of water, if outside is 35, sometimes 40. In August we have, it's 27. Water is 27, 26, like that. Comfortable water here. അങ്ങനെ കുറേ അസർബൈജാൻ്റെ ചരിത്രങ്ങളൊക്കെ കേട്ട് നമ്മൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. അതാണ് മഡ് വോൾക്കാനോ. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് അവരുടെ കുറച്ച് വണ്ടികളുണ്ട്. ആ വണ്ടിയിലാണ് നമ്മളെ കൊണ്ടുപോവുക. അതായത് നമ്മളെ നാട്ടിൽ ഓരോ നമ്മുടെ കുന്ന് ഏരിയാസ്, ഹിൽ ഏരിയാസിലൊക്കെ പോകുമ്പോൾ നമ്മളെ വണ്ടി അവിടെ ഇട്ടിട്ട് നമ്മളെ ജീപ്പിലാണല്ലോ കൊണ്ടുപോവുക. ആ സെയിം സംഭവം. അങ്ങനെ ഞങ്ങളിങ്ങനെ കുത്തിക്കുലുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പോകാനുണ്ട് അങ്ങോട്ട്. ഞങ്ങൾ ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാവരും ഭയങ്കര ടയേർഡാണ്. എന്നാലും ഇങ്ങനെ ഒരു ആകാംക്ഷ, എക്സൈറ്റഡ് ആണ് കാണാൻ, അവിടെ എന്താണെന്ന് അറിയാനുള്ളതിലിങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും. ഇങ്ങോട്ട് നോക്ക്. നല്ല രസമുണ്ട്. സോ അറ്റ് ലാസ്റ്റ് മഡ് വോൾക്കാനോയിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു. വരൂ കമോൺ. ആ യെസ്, അതാ ഇതെന്താ ചെയ്യണേ? ഇതെന്താ ഭയങ്കര അടിപൊളി സ്കിന്നിന്. എന്നാ കുറച്ച് കൊണ്ടുപോയാലോ? മുഖത്ത് അല്ല, മുഖത്ത് പാടൊക്കെ പോവോ ശരിക്കോ? അതെ, ഉള്ളത് പോവോ നോക്കിയാ. സോ കണ്ടില്ലേ, അതാണ് സംഭവം. അപ്പോൾ ആ മഡില്ലേ നമ്മൾ സ്കിന്നിൽ തേച്ചാൽ, അതായത് ഡെയിലി മേത്ത് ഫുള്ളും മുഖത്തും ഒക്കെ തേച്ചാൽ നമ്മുടെ സ്കിൻ ഭയങ്കര ക്ലീൻ ആവും. നമ്മുടെ മുഖത്ത് എന്തെങ്കിലും മാർക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ പോകുമെന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് ഇവിടുത്തെ ആളുകൾ നന്നായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരാൾ എടുത്ത് കൊണ്ടുപോകുന്നതൊക്കെ കണ്ടില്ലേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് ടു ബസ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മൾ ഈ ഖബാലയിലേക്ക് ഇങ്ങനെ അടുക്കും തോറും നല്ലോണം മഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലെത്തി. ഒരു ലേക്കാണ്. ലേക്കിൻ്റെ അവിടെ കാണാനാണ്, അവിടെ ഗാർഡൻസ് ഉണ്ട്.
കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതാണ് ഞാൻ പറഞ്ഞ ലേക്ക്. ഇവിടെ നമുക്ക് ബോട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. ഞങ്ങളിപ്പോൾ ഉള്ളത് ഗായ്സ് ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമല്ലേ, ഞങ്ങളുടെ 3ാമത്തെ ദിവസമാണ് ഇന്ന്. ഞങ്ങളിപ്പോൾ ഉള്ളത് കബാലയിലാണ്. കബാല എന്നല്ലേ പറയാം, കബാലയിലെ ഒരു ലേക്ക് വ്യൂലാണ് കേട്ടോ. ഭയങ്കര മഞ്ഞാണ്, ഭയങ്കര കോടയാണ്. ആക്ച്വലി ഫോണിൽ ശരിക്കും കാണുന്നില്ല. എന്താ കണ്ടില്ല, ഞങ്ങൾ ജാക്കറ്റൊക്കെ ഫുൾ സെറ്റപ്പിലാണ്. ഇതാണ് ഞങ്ങളെ ഫോട്ടോഗ്രാഫർ. ലുക്കില്ല കാണാൻ, തലയിൽ കൂടാരം വെച്ചിട്ട്. ഈ പോസ്റ്റ് ഇഷ്ടമായാൽ ഇഷ്ടമായൊരു കമന്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ ഓക്കെ മതി ഓക്കെ ഡൺ ഡൺ. അങ്ങനെ 2 ഡെസ്റ്റിനേഷൻ കവർ ചെയ്തിട്ട് ഞങ്ങൾ നമ്മുടെ മെയിൻ പരിപാടി എന്താ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അവിടുന്ന് നന്നായി ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു, കാരണം ഫുഡ് അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഫുഡ് വന്നപ്പോൾ തന്നെ എല്ലാവരും നന്നായി കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലെത്തി. പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഹോട്ടലായിരുന്നു. ഇറ്റ്സ് എ ഹോട്ടൽ കം റിസോർട്ടാണ് അത്. അതിൻ്റെ നെയിം വരുന്നത് കഫ്കസ് റിവർസൈഡ് റിസോർട്ട് ഹോട്ടൽ എന്നാണ് കേട്ടോ. ഇറ്റ്സ് എ 4-star ഹോട്ടൽ. നല്ല സൂപ്പർ റൂമും നല്ല സൂപ്പർ ഡൂപ്പർ വ്യൂ ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു സ്റ്റേ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ 2 ദിവസം മുന്നേ തന്നെ ഈ സ്റ്റേ കിട്ടുമായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. ഓക്കെ, അപ്പം എന്നാൽ നമുക്ക് ചെറിയൊരു റൂം ടൂർ കാണാം. എക്സ്ക്യൂസ് മീ, നമുക്കിവിടെ ഫ്രിഡ്ജില് ഇതുണ്ട്, ബദാം, എന്താണ് ബദാം വെള്ളം, അത് 2 വെള്ളമാണ്. പിന്നെ നമുക്ക് ഡ്രിങ്ക്സ് ഉണ്ട്. എന്ത് ഡ്രിങ്ക്സ്? ജാക്ക് ഡാനിയൽസ് ഉണ്ട്, പിന്നെ വൈൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിലെന്താ നോക്കട്ടെ, 2 ഗ്ലാസ്. നെക്സ്റ്റ് ഡ്രോയറിൽ നമുക്ക് 2 ഗ്ലാസ്. ഡ്രോയർ അൺബോക്സിംഗ് ആണ്. ഡ്രോയർ അൺബോക്സിംഗ്. മിമിക്കും മിലൂസിന് ഇഷ്ടമുള്ള സാധനം. തുറക്ക് ഫുൾ തുറക്കടി. എല്ലാതും ഉണ്ട്. നല്ല ഡ്രോയേഴ്സ് ആണ് കേട്ടോ. സോ അതൊക്കെയാണ് നമ്മുടെ ഡ്രോയറിലുള്ളത്. നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ലാസ്റ്റ് അതിൻ്റെ ക്യാഷ് കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാത്തിനും എക്സ്ട്രാ ചാർജ് ചെയ്യും, അത്രയേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.